നമസ്കാരം. നമ്മുടെ CPM നേതാവ് ഷൈൻ ടീച്ചറെ പറ്റി എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം വിവാദങ്ങളിലൊക്കെ ഉയർന്നു വന്ന ആളാണ് ഈ ഷൈൻ ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. ആ പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ എയറിലല്ല ബഹിരാകാശത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ റോയിയുടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഈ ടീച്ചർ ഒരു പോസ്റ്റ് എടുത്തു. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അതായത് ഇതാണ് പോസ്റ്റ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ചോദിക്കുന്ന ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആദായ നികുതി ED റെയ്ഡ് നേരിടുക. അതായത് ആദായ നികുതി അല്ലെങ്കിൽ ED റെയ്ഡ് നേരിടുക. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ ടീച്ചറുടെ ഈ പോസ്റ്റിലുള്ളത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പോസ്റ്റ് വന്ന സമയത്ത് ടീച്ചറുടെ പോസ്റ്റ് എങ്ങനെയായിരുന്നു എന്നറിയാവോ? അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ചോദിക്കുന്ന ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ED റെയ്ഡ് നേരിടുക. അതിൽ IT അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അങ്ങനത്തെ ഒരു സംഭവമില്ല. ആദായ നികുതി, ഇൻകം ടാക്സ് ഒന്നുമില്ല. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED റെയ്ഡ് നേരിടുക എന്നുള്ളതായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ ED എന്ന് ആദ്യം കൊടുത്തു. പിന്നീട് ED അല്ല IT റെയ്ഡാണ് നടന്നത് എന്നുള്ളത് കൃത്യമായി പുറത്തു വരികയും അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. ഒരു ടീച്ചറായിരുന്ന CPMനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടുള്ള ഷൈൻ ടീച്ചർ മനഃപൂർവ്വമാണോ ഇത് IT എന്ന് പറയാതിരുന്നത്? ഇനി അതല്ല ED എന്ന് അറിയാഞ്ഞിട്ടാണോ, അതായത് ED അല്ല ഇത് എന്ന് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. പുള്ളിക്കാരത്തി പറഞ്ഞത് എന്തായാലും ED എന്നാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്താണോ എന്ന് അറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും രീതിയിലൊക്കെയുള്ള ഒരു നേതാവല്ലേ? അങ്ങനെയുള്ള ഒരു നേതാവ് അത്യാവശ്യം പത്രമൊക്കെ വായിക്കണ്ടേ? എന്താണ് നിങ്ങൾ ED എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ വലിയ പൊങ്കാല വന്നപ്പോൾ നേരെ ഒരു ബാർ ഇട്ടുകൊണ്ട് ആദായ നികുതി എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി. ശ്രദ്ധിക്കണം, ആദായ നികുതി. വേറൊരു കാര്യം കൂടെ ഉണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ചോദിക്കുന്ന ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ഫണ്ട് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ED റെയ്ഡ് നടക്കുന്നത് എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷൈൻ ടീച്ചർ പറഞ്ഞത് എന്നുള്ളത് ഒരു തരത്തിലുള്ള കാര്യവും ഈ ഷൈൻ ടീച്ചർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും റോയിയെ പോലുള്ള ആളുകൾക്കെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ഏജൻസികൾ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ അവർ ഒരാൾക്ക് നേരെ ഈ തരത്തിൽ നമ്മളൊരു IT ആയിക്കോട്ടെ അല്ലെങ്കിൽ ED ആയിക്കോട്ടെ ഈ പറയുന്ന ഈ അന്വേഷണത്തിന് അല്ലെങ്കിൽ അവരുടെ കണക്ക് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നതും റെയ്ഡ് നടത്തുന്നതും ഒക്കെ സർവ്വസാധാരണമാണ്. റെയ്ഡ് നടത്തുന്നത് കൊണ്ട് ആരും കുറ്റവാളിയാണ് എന്നൊന്നുമില്ല. റെയ്ഡ് നടത്തുന്നത് കൊണ്ടോ അവിടെയുള്ള പണം പിടിച്ചെടുക്കുന്നത് കൊണ്ടോ ഒന്നും കുറ്റവാളിയാകില്ല. ഇത് കണക്കിൽപ്പെടാത്ത പണമാണ്, അല്ലെങ്കിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട്, ഇനി അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഫെമ നിയമം ലംഘിച്ചിട്ടുണ്ട് എന്നതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് അയാൾ കുറ്റവാളിയാകുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ റെയ്ഡ് നടക്കുമ്പോഴൊന്നും ആരും കുറ്റവാളിയാവുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് റെയ്ഡ് നടത്താനും ഓരോ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് അധികാരമുണ്ട്. അതിനാണ് അവരെ വെച്ചിരിക്കുന്നത്. അല്ലാതെ പഴം പുഴുങ്ങി വീട്ടിലിരിക്കാനല്ല എന്നുള്ളതും കൂടി ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഷൈൻ ടീച്ചർ പോലുള്ളവരാണ് എന്ന് അതിനടിയിൽ തന്നെ വന്ന് കമന്റ്, അതായത് ടീച്ചറുടെ കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള സംസാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, ED പേടിച്ച് BJPയുടെ ഒപ്പം പോയ സാബുവിനെ പോലല്ല ഇയാൾ. അഭിമാനിയാണ്. അതിലും ഭേദം മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിക്കാണും. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടേ. അതായത് ED പേടിച്ച് BJPയുടെ ഒപ്പം പോയ സാബുവിനെ പോലെ അല്ല എന്നാണ് ഇപ്പോ ഇതിൽ കാണുന്നത്. പക്ഷെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പോസ്റ്റ് എന്താണെന്നറിയോ? ED പേടിച്ച് BJPയുടെ ഒപ്പം പോയ ജെറ്റ് സാബുവിനെ പോലെ അല്ല എന്നാണ് ഷൈൻ ടീച്ചർ നേരത്തെ ആ പോസ്റ്റ് എഴുതിയത്. സ്വന്തം എഴുതിയിരുന്ന പോസ്റ്റ് ആണോ, ഇനി ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പോസ്റ്റ് ആണോ എന്ന് അറിയില്ല. ഒരു അധ്യാപികയായിട്ടുള്ള CPMന്റെ സീനിയർ നേതാവായിട്ടുള്ള ഷൈൻ ടീച്ചറെ പോലുള്ള ഒരാൾ ഇത്ര രീതിയിലേക്ക് നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ത് രീതിയിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ അധ്യാപകരായതിനു ശേഷം ആ നന്മകളെല്ലാം കൊണ്ടും കൂടെ CPMലേക്ക് വരുമ്പോൾ ഇവരെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ ആയിപ്പോന്നാണോ എന്നുള്ളതാണ് സംശയം. അല്ലെങ്കിൽ മറ്റൊരാളെ ഒരു വ്യവസായിയെ ഈ ജെറ്റ് സാബു എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു അല്പം മാന്യത, മര്യാദ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും പിണറായിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയും പിണറായിയുടെ നിരവധിയായ കാര്യങ്ങളിൽ ഇടപെടുകയും പിണറായി ഓമനപുത്രനെ പോലെ കൊണ്ടു നടക്കുകയും ചെയ്ത ഒരാളായിരുന്നില്ല ഈ സാബു. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹം വളരെ വലിയ ആളായിരുന്നു, മഹാനായിരുന്നു, മഹോന്നതനായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചു. സാബു അദ്ദേഹം NDAയിലേക്ക് 2020 പോയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം.
പക്ഷെ അഭിപ്രായ വ്യത്യാസത്തിന് ഒരാളെ വ്യക്തിപരമായി ഹീനമായി ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയിലേക്ക് എന്താണ് ഷൈനെ പോലുള്ള ആളുകൾ മാറുന്നു എന്നുള്ളത് CPM-ന്റെ ഒരു DNA പ്രശ്നമാണോ എന്നുകൂടി ആലോചിക്കണം എന്നാണ് കമന്റുകൾ വരുന്നത്. BJP കൊന്നതാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണം ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ വമ്പൻ വ്യവസായികളെ കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗിച്ച് വേട്ടയാടി BJPക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ നടത്തുന്ന BJPയുടെ വൃത്തികെട്ട കളികളുടെ ഇരയാണ് റോയ്. പിന്നെ അതായത് രാജ്യത്തെ എത്ര വലിയ വ്യവസായികളെയാണ് ED റെയ്ഡ് ചെയ്ത് കുത്തുവാളയെടുപ്പിച്ചതെന്ന് നമുക്കറിയാലോ. രാജ്യത്ത് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന, നികുതി റിട്ടേണുകൾ അടയ്ക്കുന്ന, നികുതികളൊക്കെ കൃത്യമായി കൊടുക്കുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളല്ലാത്ത ഒരാളെയും ഒരു തരത്തിലും ED ബുദ്ധിമുട്ടിച്ചിട്ടില്ല, EDയുടെ വലയങ്ങളിൽ പെട്ടിട്ടുമില്ല എന്ന് കരുതിയിട്ട് റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ളതല്ല. അവർക്കൊരു സംശയമുണ്ടായി. ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി അവർ റോയിയുടെ വീട്ടിലെത്തുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു തുടർച്ചയാണത്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം സംഭവിച്ചത് എന്നുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും ഒക്കെ തരത്തിൽ BJPക്ക് ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് BJP ED ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസ് പോലെ അല്ല ED കേസ് എന്ന് പറയുന്നത്. നമ്മൾ അത് ആദ്യം ആലോചിക്കണം. കാര്യം EDക്ക് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ആളുകളെ മാത്രമേ പൂട്ടാൻ കഴിയുള്ളൂ. BJP ഫണ്ട് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ BJPക്ക് ഫണ്ട് തരില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ BJPക്ക് ED ഉപയോഗിച്ച് എന്തായാലും പൂട്ടാൻ കഴിയില്ല. കാരണം ED കൃത്യമായ തെളിവ് കോടതിയിൽ ഹാജരാക്കണം. EDക്ക് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് സെർച്ചിൽ ഉൾപ്പെടെ, കേസെടുക്കുന്നതിൽ ഉൾപ്പെടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് EDയുടെ കേസ് കോടതികളിൽ എത്തുമ്പോൾ പ്രത്യേക ED കോടതികളൊക്കെ തന്നെ എന്താണ് തലനാരിഴ കീറി പരിശോധിച്ച ശേഷം മാത്രമാണ് ഇത്തരം കേസുകളിൽ എന്താണ് നിയമ നടപടി സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണോ എന്ന് വിധിക്കുന്നത്. അതുകൊണ്ട് പല കേസുകളിലും ആ ആനുകൂല്യത്തിൽ ആളുകൾ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എന്ത് EDയെയും ഏത് ഏജൻസിയെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതൊരു ക്രിമിനൽ കേസ് പോലെ കള്ളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് ഷൈൻ ടീച്ചർ പറയുന്നത് ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായിരുന്നു CJ റോയ്. ഈ ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമകളായ ആളുകളൊക്കെ ഇവർക്ക് ബൂർഷകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും ബൂർഷകൾ തന്നെയാണ്, പെറ്റി ബൂർഷ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഈ ശതകോടീശ്വരന്മാരൊക്കെ മരണപ്പെടുമ്പോൾ എന്തൊരു സങ്കടമാണ് CPM-ന്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്കെന്ന് ആലോചിക്കുമ്പോഴാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബാംഗ്ലൂരിലെ ഭൂമി 700 കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നത്. ആ പണം കേരളത്തിലെ വിവിധ സംരംഭങ്ങളിലേക്ക് മുതൽ മുടക്കാൻ അദ്ദേഹം ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്റെ പൊന്നെ, ഈ പറയുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ അന്തരിച്ചിട്ടുള്ള CJ റോയ് അദ്ദേഹത്തിന്റെ ചില ബാംഗ്ലൂരുവിലെ ഭൂമി 700 കോടി രൂപയ്ക്ക് വിറ്റുവെന്നും അത് കേരളത്തിൽ മുതൽ മുടക്കാനിരിക്കുകയായിരുന്നു എന്നുള്ളതും ഈ ഷൈൻ ടീച്ചർ എങ്ങനെ അറിഞ്ഞു? പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് മുതലാളിമാരോടൊന്നും ഒരു ബന്ധവുമില്ലാത്ത, അവരോടൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത, അവരെ ഒന്നും അറിയപോലുമില്ലാത്ത ഇവരെങ്ങനെയാണ് ഇത് അറിയുന്നത്? ആലോചിക്കണം. മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി IT-യുടെയും ED-യുടെയും ഒക്കെ സെർച്ചും അതുപോലെ തന്നെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അതിനിടയിൽ കഴിഞ്ഞ 2 മാസത്തോളമായി ഈ എന്താണ് ഈ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഈ തരത്തിലൊരു ഭൂമി വിൽപ്പന നടന്നിട്ടുള്ളത് എങ്കിൽ അതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഷൈൻ ടീച്ചർ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലായി. കാരണം എങ്ങനെയാണ് ഈ നേതാക്കന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? പിന്നെ കേരളത്തിൽ എവിടെ നിക്ഷേപിക്കാനാണ് ബാംഗ്ലൂരുവിലെ ഭൂമി വിൽക്കുന്നത് എന്ന് നമുക്കറിയാലോ. അത് വളരെ എന്താണ് ഏറ്റവും നല്ല വികസനാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എനിക്കറിയില്ല. രണ്ടാമത്തത്, രാജ്യമെമ്പാടും BJP ധനസമാഹരണത്തിന് കളിക്കുന്ന കളി. പ്രാദേശിക നേതാക്കൾ വൻകിട സംരംഭകരെ സമീപിച്ച് ഭീമമായ തുക കൂടെ ചോദിക്കും. അത് കൊടുക്കാൻ തയ്യാറാകാത്ത സംരംഭകരെ ഇൻകം ടാക്സ് EDയെ ദുരുപയോഗിച്ച് റെയ്ഡ് നടത്തി തകർക്കും. ആസ്തികൾ മുഴുവൻ കള്ളപ്പണം എന്ന ചാപ്പയടിച്ച് കണ്ടുകിട്ടും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ ചെറിയ മക്കളോട് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ വിശ്വസിക്കും. ഈ അടുത്ത് PV അൻവറിനെതിരെ, KT ജലീലിനെതിരെ ഒരുപാട് ആളുകൾക്കെതിരെ ED അന്വേഷണവും EDയുടെ ഈ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരെ ആരെയെങ്കിലും ED എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന പോലെ അവരുടെ ഭൂമി സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ടോ? സ്വത്ത് കണ്ടുകെട്ടിയത് എവിടെയാണ്? നിങ്ങളുടെ കരുവന്നൂരിലെ നേതാക്കന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. അവരുടെ CPM-ന്റെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയാണ് പിടിച്ചത്? ആ പിടിച്ച പണം എത്രയാണ്? അതിന്റെ കണക്കൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. എത്ര കോടിയാണ് പിടിച്ചത്? ആ കോടി ED പിടിച്ചുകൊണ്ടുപോയി, അത് സീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ സംരംഭകരെ മുഴുവൻ ഇൻകം ടാക്സിന് അല്ലെങ്കിൽ EDക്ക് വന്നിട്ട് ഇത് മൊത്തം കള്ളപ്പണമാണെന്ന് ചാപ്പയടിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പണത്തിന്റെ സോഴ്സ് അപ്പൊ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. പണത്തിന്റെ സോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് റിലീസ് ചെയ്ത് കൊടുക്കണം.
ഇവിടെ കോടതികൾ മുഴുവനുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഈഡിക്കെന്നല്ല ഒരു അന്വേഷണ ഏജൻസിക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് ചെറിയ മക്കളെ പറ്റിക്കാൻ പറയുന്ന പോലെയാണ് ഷൈൻ ടീച്ചർ പറയുന്നത്. ഇത് കുറെ അന്ധ കമ്മികൾ വിശ്വസിക്കും, പക്ഷെ ആളുകൾ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എയറിലായത്. പറയുന്നുണ്ട്. അതായത് അടുത്തത് ഇൻകം ടാക്സ് ഓർ ഇ ഡി എന്നുള്ളത് ഇപ്പാണ് ചേർത്തത്. നേരത്തെ ഇ ഡി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവർക്ക് നേരെ ഇ ഡി അന്വേഷണം വരുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഇത് ഉപയോഗിച്ച് മറയ്ക്കുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഒരു പ്രതിരോധ കോട്ടയുടെ അല്ലെങ്കിൽ പ്രതിരോധ കവചം തീർത്തതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഏത് കുട്ടിക്കും മനസ്സിലാവും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെന്നൈ ആസ്ഥാനമായ മലയാളി ഗ്രൂപ്പിനോട് തമിഴ്നാട് BJP ചോദിച്ചത് 500 കോടി രൂപയായിരുന്നു. അവർ അത് കൊടുക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അവരെ വേട്ടയാടി 1000 കോടി രൂപ കണ്ടുകിട്ടി. വർഷങ്ങളിൽ നീളുന്ന കോടതി വ്യവഹാരത്തിലൂടെ മാത്രമേ അവർക്ക് ഈ പണം തിരിച്ചു കിട്ടൂ. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെന്നൈ ആസ്ഥാനമായ മലയാളി ഗ്രൂപ്പിനോട് തമിഴ്നാട് BJP ചോദിച്ചത് 500 കോടി രൂപയാണ് എന്ന് ഷൈൻ ടീച്ചർ എങ്ങനെയാണ് അറിഞ്ഞത്? അതിനെന്ത് തെളിവാണുള്ളത്? എന്താണ് അതിന്റെ പുറകിലെ ചേതോ വികാരം? ഇനി അങ്ങനെ BJP അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തമിഴ്നാട്ടിലല്ലേ, തമിഴ്നാട് പോലീസല്ലേ, അവിടെ ഭരിക്കുന്നത് സ്റ്റാലിനല്ലേ, അവർക്കൊരു പരാതി കൊടുക്കാമല്ലോ. BJP ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ കേസെടുക്കാവുന്നതല്ലേ ഉള്ളൂ. തമിഴ്നാട് BJPക്കെതിരെ സ്റ്റാലിൻ കേസെടുക്കുമല്ലോ. പിണറായിയും സ്റ്റാലിനും ഒക്കെ കടുത്ത BJP വിരുദ്ധരാണല്ലോ. എന്തുകൊണ്ടാണ്? അവിടെ പരാതി കൊടുത്തോ? ഇല്ലല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. മാത്രവുമല്ല 1000 കോടി രൂപ കണ്ടുകെട്ടി. എന്റെ ടീച്ചറെ പിന്നെയും ഞാൻ പറയുന്നു, 1000 കോടി രൂപ കണ്ടു കെട്ടണമെങ്കിൽ ആ പണത്തിന് സോഴ്സ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 1000 കോടി രൂപ കണ്ടു കിട്ടിയത്. എന്തിനാണ് 1000 കോടി രൂപ കണ്ടു കിട്ടുന്നത്? അവിടെ സോഴ്സ്, അതായത് ഒരു പണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കണ്ടു കെട്ടുകയല്ല, അതിനൊരു സമയം അനുവദിക്കും. ആ സമയത്തിനുള്ളിൽ അവർക്ക് അതിന്റെ കൃത്യമായ സോഴ്സ്, അതിന്റെ നികുതി റിട്ടേൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവരെ ഈ പറയുന്ന IT ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൃത്യമായി ബോധിപ്പിക്കണം. അങ്ങനെ ബോധിപ്പിച്ചാൽ മാത്രമാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അത് ഇപ്പൊ ഏത് ക്യാഷ് ആയാലും, ഇപ്പൊ കേരള പോലീസ് ഞാനൊരു ബാഗിൽ കുറെ അധികം ക്യാഷ് കൊണ്ടുപോകുന്നു, എന്നെ കേരള പോലീസ് പിടിക്കുന്നു, പോലീസ് അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി വാങ്ങിച്ചു വെക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കും. അതിന്റെ കേരള പോലീസിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമുണ്ട്, ധനകാര്യ വിഭാഗമൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്നോട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. എനിക്ക് അതിന് വേണ്ടപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് വിട്ടുതരില്ല. അവരത് നേരെ എന്ത് ചെയ്യും? ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിക്കും. നേരത്തെ ആണെങ്കിൽ അവർ തന്നെ അത് കേസെടുത്ത് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇതാണ് സംഭവം. 1000 കോടി രൂപയ്ക്ക് എന്ത് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല? ഈ പറയുന്ന പോലെ എന്താണ്, വേണ്ട പേപ്പറുകൾ, വേണ്ട രേഖകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അതിനെയാണ് ഈ പറയുന്നത്. ഈ കള്ളപ്പണക്കാരെ മുഴുവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വീണ്ടും ED and IT എന്നാക്കിയിട്ടുണ്ട്. കാരണം ഈ നേരെ ബഹിരാകാശത്ത് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൊലയാളി സംഘങ്ങളായി അധപതിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ ലോബിക്ക് വേണ്ടി ബിസ്ക്കറ്റ് രാജാവ് ബ്രിട്ടാനിയ രാജംപിള്ളയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് 3 പതിറ്റാണ്ടാകാറായി. അത്തരം വെട്ടുകൾ തുടരുന്നതിന്റെ ഇരകളെ ഒരാളാണ് റോയ്. നിക്കണേ. അതായത് ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഉടമ, അന്നത്തെ ബിസ്ക്കറ്റ് രാജാവ് എന്താണ്, ഈ പറയുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഉടമയായിട്ടുള്ള രാജംപിള്ളയെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ അടച്ച് വലിയ വിഷമത്തിലാക്കി എന്നാണ് ഇവർ പറയുന്നത്. അന്ന് ആരായിരുന്നു അധികാരത്തിൽ? അന്ന് അധികാരത്തിലുണ്ടായിരുന്നത് 95-ലാണ്. ഈ 95-ൽ അധികാരത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ കൂടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുട്ടിന് വീര എന്ന പോലെ UP സർക്കാരിന്റെ ഒക്കെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആരായിരുന്നു എന്നുള്ളത് സ്വയം ടീച്ചർ ഒന്ന് ചോദിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. ആ സമയത്ത് BJP അധികാരത്തിൽ പോലും ഇല്ല. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ കുനിഷ്ടികൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അത് പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ തലയിലേക്കും നിങ്ങളുടെ തലയിലേക്കും തന്നെ വന്ന് വീഴുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ താൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് വേട്ടയാടി തകർക്കപ്പെടുന്നതിന്റെ മാനസിക ആഘാതത്തിൽ സംഭവിച്ചതാണ് നാടിനെ നടുക്കിയ ആത്മഹത്യ. ED ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് റോയ് സ്വയം വെടിവെച്ച് മരിച്ചത്. ഇത് ആത്മഹത്യയല്ല, വേട്ടയാടി കൊന്നതാണ്. CSR ഫണ്ടിന്റെ പേരിൽ പ്രശസ്തി ആഗ്രഹിച്ചുള്ള ഗിമ്മിക്കുകൾ നടത്താതെ അനേകം ആളുകളെ സ്വകാര്യമായി സഹായിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു CJ റോയ്. അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. CJ റോയ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു. ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമകളെ CPM കാണുന്നത് പോലെ കുത്തക പെറ്റി ബൂർഷകളായിട്ട് കാണുന്ന അല്ല ബാക്കിയുള്ളവരുടെ സംസ്കാരം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇതിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ കുറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ടീച്ചർ പറയുന്നത് പോലെ വേട്ടയാടി കൊന്നു എന്ന് പറയുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പോയപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ എങ്ങനെയാണ് അവിടെ ഇടപെട്ടത്, എങ്ങനെയാണ് റെയ്ഡ് നടത്തിയത്, കംപ്ലീറ്റ് വീഡിയോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പലതരത്തിലുള്ള ചില ഇടപാടുകളെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നിരുന്നു. ബിസിനസ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അവിടെ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇട്ട് അത്
ഒളിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഒരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചില ഒരു വളരെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് ചാനൽ അത്തരത്തിലുള്ള ഒരു ഉന്നത പദവി വഹിച്ച ആൾ കൂടെയായിരുന്നു ഈ പറയുന്ന റോയ് എന്ന് പറയുന്നത്. ആ ഒരു പദവിയുമായി ബന്ധപ്പെട്ട് ചില വലിയ ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറകിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അതിന്റെ പുറകിലുണ്ട്. ഇതൊന്നും പറയാതെയാണ് ടീച്ചറെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് കേൾക്കുമ്പോഴാണ്. ഇനി രണ്ടാമത്തത്, 2018-19 പ്രളയകാലത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴും ഡോക്ടർ റോയ് കാര്യമായ സാമ്പത്തിക സഹായം CMDRF കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ എങ്ങനെയാണ് സ്നേഹം? CMDRF കൃത്യമായി ഇത് കൊടുത്തിരുന്നു. CMDRF-മായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പം ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം അഖിൽ മാരാർ അത് കൃത്യമായി പറഞ്ഞ് ഒരു തരത്തിലും അതിനെ ഖണ്ഡിച്ച് അതിന് പിന്നാലെ കോടതി വിധി ഉൾപ്പെടെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ CMDRF-ന്റെ കാര്യത്തിൽ നമ്മൾ തൽക്കാലം അത് ആ ചർച്ച അവിടെ മാറ്റി വെക്കാം. പക്ഷെ എന്തായാലും അദ്ദേഹം ഇതിലേക്ക് പൈസ കൊടുത്തു എന്നതുകൊണ്ടാണ് ഇവർക്ക് പ്രിയങ്കരനായത്. അത് മാത്രമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തായാലും വേട്ടനായ്ക്കൾക്ക് മുന്നിൽ സ്വയം മരണം വരിച്ച് കീഴടങ്ങി പോകേണ്ട ഒരാളായിരുന്നില്ല ഡോക്ടർ റോയ്. ഈ മരണത്തിന്റെ പേരിൽ വേട്ടക്കാർക്കെതിരെ എല്ലാ മലയാളികളും ശക്തമായി രംഗത്ത് വരണം. ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കൂടാ. അകാലത്തിൽ പൊളിഞ്ഞ റോയിയുടെ വേർപാടിന് മുന്നിൽ ആദരാഞ്ജലികൾ. തീർച്ചയായിട്ടും റോയിയെ പോലുള്ള ഒരു മഹാമനുഷ്യന് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാവരുത്, ഇനി ഒരിക്കലും ഉണ്ടാവരുത്, ഒരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, റോയിക്കും ഈ ഒരു ദുരന്തം വന്നപ്പോൾ ഇനി അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് കരയുന്ന ഷൈൻ ടീച്ചറോട് നിങ്ങൾക്ക് ഒരു പേര് ഓർമ്മയുണ്ടോ? ആ പേര് നിങ്ങൾ ഭരിക്കുന്ന കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിലെ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വ്യവസായിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആന്തൂരിൽ CPM-ന് എതിരാളികൾ പോലും ഉണ്ടാവില്ല. അങ്ങനെ എതിരായിട്ട് ആരെങ്കിലും മത്സരിച്ചാൽ ആ മത്സരിക്കുന്നവനെ അവന്റെ അവസാനമായിരിക്കും എന്നാണ് അവിടെ പറയുക. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ അവിടെ കണ്ടതാണ്. ആ ആന്തൂർ നഗരസഭയിൽ അവിടുത്തെ വ്യവസായിയായിട്ടുള്ള സാജൻ CPM-ന് പണം കൊടുത്തില്ല, സംഭാവന കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ ആ പാവത്തിന്റെ ബിസിനസിന് അനുമതി കൊടുക്കാതെ കളിപ്പിച്ചൊടുവിൽ ആത്മഹത്യ ചെയ്തപ്പോ ആ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വരെ ചേർത്ത് ആഭാസം എഴുതിയ പാർട്ടിയും പാർട്ടി പത്രവുമുള്ള നാടാണ് ടീച്ചറെ ഈ കേരളം എന്ന് പറയുന്നത്. അത് എഴുതിയത്, അത് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം പാർട്ടിയായ CPM-ഉം ദേശാഭിമാനിയുമാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ടീച്ചർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് ഷൈൻ ടീച്ചർ അങ്ങ് മറന്നു പോയതാണോ എന്നറിയില്ല. ഇതെന്തായാലും കൃത്യമായി സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരും. വലിയ വ്യവസായികളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ പാവപ്പെട്ട സാധനം നിങ്ങൾ വ്യവസായിയായിട്ട് കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും സാധന ആത്മഹത്യ ചെയ്തപ്പോ ഈ കണ്ണീരൊന്നും കണ്ടിരുന്നില്ലല്ലോ, അവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവരുടെ ഭാര്യയെ പറ്റി അശ്ലീലം പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എഴുതി പുറപ്പെട്ടപ്പോ ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇപ്പോൾ എയറിലായി നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ CJ റോയിയുടെ കാര്യത്തിൽ ഒരു മരണത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയം പറയാൻ നിൽക്കുന്ന ഇവരെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് നന്നാവുക? മാത്രമല്ല ബേസിക് ആയിട്ട് അത് ED അല്ല IT ആണ് എന്ന കാര്യം പോലും ഈ കർശനമായ വിമർശനങ്ങൾ വരുന്നു വന്നതിന് ശേഷം മാത്രമാണ് തിരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും